നമസ്തേ. ഞാൻ ശ്രീ ഗുരു സായി പ്രീത് സ്വാമിജി. ഞാൻ കഴിഞ്ഞ ആഴ്ച നാരായണ ഗുരുസ്വാമിയെ പറ്റി ഒരു വീഡിയോ ചെയ്യുകയുണ്ടായി. അനേകായിരം പേരത് കാണുകയും നാരായണ ഗുരുവിനെ പറ്റിയുള്ള അനേക സംശയങ്ങൾ മാറിയെന്നും എന്നെ പലരും വിളിച്ചു പറഞ്ഞു. അത് കുറച്ചുപേർ ആവശ്യപ്പെട്ടു, നാരായണ ഗുരുവിൻ്റെ സമാധിയെ പറ്റിയുള്ള ഒരു വീഡിയോ ചെയ്യുമെന്ന്. കാരണം നാരായണ ഗുരുവിൻ്റെ സമാധിയെപ്പറ്റി പല തെറ്റായ കഥകളും കഥകളൊക്കെ ചില കേന്ദ്രങ്ങളിൽ നിന്ന് കുറേ കാലമായിട്ട് പ്രചരിപ്പിക്കുകയും ഇപ്പോഴും അത് സമൂഹത്തിൽ പലരുടെയും മനസ്സിൽ കിടക്കുകയുണ്ട്. അതുകൊണ്ട് തന്നെ ഗുരുവിൻ്റെ സമാധിയെ പറ്റിയുള്ളൊരു നല്ല വീഡിയോ ചെയ്യാൻ എന്നോട് പറഞ്ഞു. ഞാൻ ആത്മീയ ജീവിതത്തിലേക്ക് വന്നതിന് ശേഷം കുറേ വർഷങ്ങളായിട്ട് പല ഗ്രന്ഥങ്ങൾ വായിക്കുകയും പല മഹാന്മാരെയും ആത്മീയ വഴിയിലുള്ള ജ്യേഷ്ഠ സഹോദരങ്ങളെയൊക്കെ ആയിട്ട് ബന്ധപ്പെടുകയും അവരുടെയൊക്കെ കൂടെ ജീവിക്കുകയും പലതും മനസ്സിലാക്കുകയും ചെയ്തിട്ടുണ്ട്. നാരായണ ഗുരുവിൻ്റെ സമാധിയെ പറ്റിയുള്ള എൻ്റെ ചില സംശയങ്ങളും പോലും മാറ്റി തന്നത് പത്തനാപുരംകാരനായിരുന്ന ഒരു നായർ സുഹൃത്താണ്. 2009 ഞാൻ അദ്ദേഹത്തെ തിരുവനന്തപുരത്ത് വെച്ച് പരിചയപ്പെടുന്നത്. അന്ന് അദ്ദേഹത്തിന് 76 വയസ്സാണ്. അദ്ദേഹം സെക്രട്ടേറിയറ്റിലെ വളരെ ഉയർന്നൊരു ഉദ്യോഗസ്ഥനായിരുന്നു, MA കാരനായിരുന്നു. അദ്ദേഹം എന്നോട് പറഞ്ഞത്, അദ്ദേഹത്തിൻ്റെ ചെറുപ്പത്തിൽ അദ്ദേഹം തിരുവനന്തപുരത്ത് യൂണിവേഴ്സിറ്റി കോളേജിൽ പഠിക്കാൻ വന്ന സമയത്ത് അന്നുള്ള ആത്മീയ കാര്യങ്ങളൊക്കെ ബന്ധപ്പെടുകയും പഠിക്കുകയൊക്കെ ചെയ്യുന്ന സമയത്ത് ചില ആളുകൾ പറഞ്ഞ് അദ്ദേഹത്തിനും ഈ സ്റ്റോറിയൊക്കെ കേൾക്കുകയും അതിനെപ്പറ്റി അദ്ദേഹം അന്വേഷിക്കാൻ തീരുമാനിക്കുകയും, അപ്പോൾ അന്ന് നാരായണ ഗുരുവിൻ്റെ നേർ ശിഷ്യന്മാരായ എല്ലാ ജാതിയിൽപ്പെട്ട ശിഷ്യന്മാരും ജീവിച്ചിരിക്കുന്ന കാലത്ത് അദ്ദേഹം നായർ സമുദായത്തിൽ നിന്നുള്ള നാരായണ ഗുരുവിൻ്റെ നേർ ശിഷ്യനെ പോയി കണ്ട് ഈ വിഷയം ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, അയ്യോ മോനെ, ഒരിക്കലും അങ്ങനെ പറയല്ലേ, ദൈവദോഷമാണേ, അങ്ങനെയൊന്നുമല്ല, ഞാൻ ദൃക്സാക്ഷിയാണെന്ന് പറഞ്ഞിട്ട് നാരായണ ഗുരുവിൻ്റെ സമാധിയിൽ അന്ന് സംഭവിച്ച കാര്യം അദ്ദേഹം പറഞ്ഞു. അതായത് അന്ന് കന്നി 5 നാരായണ ഗുരുവിൻ്റെ ഒട്ടുമുക്കാൽ ശിഷ്യന്മാർ വന്ന് അദ്ദേഹത്തെ കാണാൻ വന്ന് അവിടെ നിൽപ്പുണ്ട്. അദ്ദേഹത്തിന് രോഗമായിരിക്കുന്നത് കൊണ്ട് അദ്ദേഹത്തെ കാണാൻ കുറച്ച് ഭക്തരും വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു 3 മണി ആയെന്ന് നാരായണ ഗുരു ശിഷ്യന്മാരോട് പറഞ്ഞു, വന്ന ഭക്തരെ എല്ലാം കഞ്ഞി കുടിക്കുവാൻ താഴെ ഊട്ടുപുരയിലേക്ക് അയക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ എല്ലാ ഭക്തരും ഊട്ടുപുരയിലേക്ക് പോയി. അപ്പോൾ കുറേയേറെ ശിഷ്യന്മാർ അദ്ദേഹത്തിന് ചുറ്റുമുണ്ട്. അന്നേരം നാരായണ ഗുരു ഒരു ശിഷ്യനോട് പറഞ്ഞു, എന്നെ ഒന്ന് ഇരുത്തു എന്ന് പറഞ്ഞു. അപ്പോൾ നാരായണ ഗുരു അവിടെ കിടക്കുകയായി നാരായണ ഗുരുവിനെ അദ്ദേഹം ഇരുത്തി. നാരായണ ഗുരു പത്മാസനത്തിൽ ഇരുന്നു. മാമ്പലം വിദ്യാനന്ദ സ്വാമിയോട് നാരായണ ഗുരു പറഞ്ഞു, യോഗവാശിഷത്തിലെ മോക്ഷപ്രദീപ ഖണ്ഡം വായിക്കുവാൻ പറഞ്ഞു. ഇത് വിദ്യാനന്ദ സ്വാമി വായിച്ച് തീരുന്ന ടൈം നാരായണ ഗുരു സമാധിയിലേക്ക് പ്രവേശിച്ചു. മൂർധാവിൽ നിന്ന് 2-3 തുള്ളി രക്തം പൊടിച്ചു. അങ്ങനെയാണ് നാരായണ ഗുരു സമാധിയായത്. നാരായണ ഗുരു കന്നി 5 സമാധിയാകുന്ന അദ്ദേഹത്തിൻ്റെ സിദ്ധന്മാര് യോഗികളുമായിരുന്ന ശിഷ്യന്മാർക്ക് മനസ്സിലായിക്കൊണ്ടാണ് ഒട്ടുമുക്കാൽ ശിഷ്യന്മാരും അവിടെ എത്തിച്ചേർന്നിരുന്നത്. അങ്ങനെ അനേകം ശിഷ്യന്മാരുടെ മുന്നിൽ വെച്ചാണ്, അതായത് എല്ലാ സമുദായത്തിൽപ്പെട്ട ശിഷ്യന്മാരും അദ്ദേഹത്തിനുണ്ടായിരുന്ന അവരുടെ എല്ലാം മുന്നിൽ വെച്ചിട്ടാണ് നാരായണ ഗുരു സമാധിയാകുന്നത്. അപ്പൊ അങ്ങനെയുള്ള നാരായണ ഗുരുവിനെ പറ്റി എവിടുന്നോ അദ്ദേഹത്തിന്റെ മഹത്വം താഴ്ത്തിക്കെട്ടാൻ ചില കള്ളക്കഥകളൊക്കെ പ്രചരിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എൻ്റെ എല്ലാ സുഹൃത്തുക്കളോടും ഞാൻ പറയുന്നു, നാരായണ ഗുരുവിനെ പറ്റിയുള്ള ഈ തെറ്റായ കഥ പറയരുത്, പ്രചരിപ്പിക്കരുത്. അദ്ദേഹം ഭാരതത്തിൽ വന്നിട്ടുള്ള മഹാഗുരുക്കന്മാരിൽ ഏറ്റവും മഹാന്മാരായ ഒരാളാണ്. പരബ്രഹ്മ സ്വരൂപനും മഹാജ്ഞാനിയുമായിരുന്ന ആ നാരായണ ഗുരുവിനെ നിങ്ങളുടെ ആത്മീയ മാർഗത്തിൽ നിങ്ങളെ സഹായിക്കുവാൻ വേണ്ടി നിങ്ങൾ ഉപയോഗിച്ചുകൊണ്ട്, പ്രാർത്ഥിച്ചുകൊണ്ട്, പഠിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പ്രധാന ഉപദേശമായ അവനവൻ ആത്മസുഖത്തിന് ആചരിക്കുന്നവ അവരെന്നും സുഖത്തിനായി വരണമെന്നുള്ള ആ നിർദ്ദേശത്തെ ഹൃദയത്തിലേറ്റി മോക്ഷമാർഗത്തിനുള്ള സാധനാ ജപാദികൾ ചെയ്ത്
ഒരു ഈശ്വരവിശ്വാസിയായി നല്ല ഭക്തനായി കഴിഞ്ഞുകൂടണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും നന്മ വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഗുരുക്കന്മാരെ ബഹുമാനിക്കുക, ആചാര്യന്മാരെ ബഹുമാനിക്കുക, സ്നേഹിക്കുക, അവരിൽ നിന്ന് പഠിക്കുക, ബ്രഹ്മസ്വരൂപരെ ഫോളോ ചെയ്ത് മോക്ഷത്തിന് അർഹരായി മാറുക, മോക്ഷം നേടുക. നന്ദി, നമസ്കാരം.